പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വേറെ ഡിഷാണ്. പേര് കോളിഫ്ലവർ എഗ് മസാല. അതിന്റെ മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പൊ നമുക്ക് ഷോയിലേക്ക് കിടക്കാം. കോളിഫ്ലവർ എഗ് മസാല ഫ്രൈയുടെ ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻറ്റ് കോളിഫ്ലവർ തന്നെയാണ്. അത് അളവ് എത്ര വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്തത് ഒരു വലിയ കോളിഫ്ലവർ ആണ്. അത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വേവിച്ച ആ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി അതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഒന്ന് സവാള നീളത്തിൽ അരിഞ്ഞത്, ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചതച്ചത്, ഒരു കോഴിമുട്ട. കോഴിമുട്ടയുടെ എണ്ണം വേണമെങ്കിൽ കൂട്ടാവുന്നതാണ്. ഇനി അതിലേക്ക് ആവശ്യമായ മസാലകൾ: മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്യുക. ഞാൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്ത ബാക്കിയുള്ള ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സാധാ വെളിച്ചെണ്ണ, സൺഫ്ലവർ, ഏത് ഓയിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. അതൊന്ന് ചിക്കിയെടുക്കാം. നമുക്ക് ഉപ്പേരി മോഡൽ ചിക്കിയെടുക്കാം. ഇനി നമ്മുടെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. അത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ശേഷം നമുക്ക് അതിലേക്ക് സവോള ആഡ് ചെയ്യാം. എണ്ണ വേണം എന്നുള്ളവർ കുറച്ചുകൂടെ എണ്ണ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി എന്നിവ ആഡ് ചെയ്യാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചാൽ മതി. മൂടി വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടും. അങ്ങനെ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മസാലകൾ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോളിഫ്ലവർ ആഡ് ചെയ്യാം. ഇനി നമ്മുടെ കോളിഫ്ലവറും ആ സവാള, തക്കാളി എന്നുള്ള ആ മസാലയും എല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്ത കോളിഫ്ലവറിലേക്ക് എല്ലാ മസാലയും പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല തിളച്ച ചൂടുവെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. ചൂടുവെള്ളത്തിൽ കിടന്ന് വെന്തിട്ട് വേണം എല്ലാ മസാലകളും അതിലേക്ക് പിടിക്കാൻ. തണുത്ത വെള്ളം യൂസ് ചെയ്താൽ നമുക്ക് ടേസ്റ്റ് കുറഞ്ഞു പോകും. അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കുക.
ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. എല്ലാ മസാലകളും കോളിഫ്ലവറിൽ പിടിക്കുന്ന രൂപത്തിൽ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഈ കോളിഫ്ലവർ നല്ല ഡ്രൈ ആക്കി എടുക്കാം. നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എല്ലാ മസാലകളും നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ എഗ് മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം.